വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കാൻ കാഞ്ഞങ്ങാട് ചായക്കട തുറന്ന ഡിവൈഎഫ്ഐ. മോഷണല്ലേ? മുഖത്ത് നോക്കി പറ, മോഷണല്ലേ അല്ലേ? ഭക്ഷണം കഴിക്കാൻ എത്തുന്നവർക്ക് ഇവിടെ സ്ഥാപിച്ച പെട്ടിയിൽ ഇഷ്ടമുള്ള തുക നിക്ഷേപിച്ച് മടങ്ങാം. കാഞ്ഞങ്ങാട് നഗരത്തിൽ പ്രത്യേകമായി തയ്യാറാക്കിയ ഒരു ചായക്കടയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം കുഞ്ഞുകൃഷ്ണൻ, സിനിമാ നടൻ. പെട്രോളിന് എന്താ വില? ഡെയിലി കൂടുതലേന്ന്. ഇപ്പൊ 75 രൂപയാണ്, ഇന്നും കൂടി 75 പൈസ. സാറിന് ഇടപെട്ടിട്ടൊന്നും ചെയ്യാൻ പറ്റുമോ? പ്രൊഫഷണൽ. ഇവിടെ ചായ പാർന്ന് നൽകുകയാണ്. ഇതൊരു സിനിമ ചിത്രീകരണ രംഗമല്ല, യഥാർത്ഥത്തിൽ ഡിവൈഎഫ്ഐയുടെ കൂട്ടം കെട്ടിയ നായ്ക്ക് തീട്ടം പോലും കിട്ടൂല എന്ന് പണ്ട് എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്. അത് എത്ര ശരിയാ? ഇത് കണ്ടോ, ഇപ്പൊ 10 പൈസക്ക് പോലും ഗതിയില്ലാതായി. കൂട്ടത്തിൽ കൂടണ്ട, താൻ പോക്കോ. തന്നെ ആരെങ്കിലും പിടിച്ചു കെട്ടി വെച്ചിരിക്കുന്നു. വയനാടിനുള്ള ഒരു കൈത്താങ്ങായി ഒരു താൽക്കാലിക ചായക്കട ഇവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇനിയുള്ള ആളുകളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ 0 എന്ന് വേണം തുടങ്ങാൻ. അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും ഈ ഒരു കാരുണ്യ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു സാന്ത്വന പ്രവർത്തനത്തിൽ പങ്കാളികളാകും. ഗുരുവായൂരപ്പ, ആഞ്ജനേയ, കളരി പരമ്പര ദൈവങ്ങളെ. ഇവിടെ എത്തിയിട്ടുണ്ട്, കയ്യിലൊക്കെ കൊടുത്ത് വന്നിരിക്കുകയാണ്. ജീവിതത്തിൽ ശാന്തി സുബ്രഹ്മണ്യ ശാസ്ത്രികൾ, അസ്സലാമു അലൈക്കും. ഡിവൈഎഫ്ഐ ഇത്തരത്തിൽ ചായ കടികളൊക്കെ ഉണ്ട്. അതിൽ ഇവരൊരു കാശ് ഈടാക്കുന്നില്ല. നമുക്കിവിടെ ഈ ഒരു പാത്രത്തിലേക്ക് നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്നത് ആ തുക ഈ ഒരു പാത്രത്തിൽ നിക്ഷേപിക്കുക. അങ്ങനെ വഴിക്ക് വാ. ഇതിൽ നിന്ന് ലഭിക്കുന്ന ഈ വരുമാനം മുഴുവനായിട്ട് വയനാട്ടിലേക്കാണ് എത്തുക. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇത് നിങ്ങൾ ഏത് രീതിയിലാണ് വയനാട്ടിലേക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഡിവൈഎഫ്ഐ റീബിൽഡ് വയനാട് എന്നൊരു ക്യാമ്പയിൻ ഏറ്റെടുത്തു. നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമുണ്ട്. സംസ്ഥാനത്താകെ നേരിട്ട് പണം പിരിക്കാതെ വൈവിധ്യപൂർണമായ പ്രവർത്തനത്തിലൂടെ പണം കണ്ടെത്തുകയാണ്. ചേച്ചി, ആ മിഷൻ എങ്ങനെ പൈസ എടുക്കുക? കാർഡും തരും, കുറച്ച് പൈസ എടുക്കുക. പോടോ. റീസൈക്കിൾ കേരളയിലൂടെ 11 കോടി രൂപ സമാഹരിച്ച ഒരു അനുഭവം ഡിവൈഎഫ്ഐ കൊണ്ട്. ഇത്തവണ ഞങ്ങൾ ആക്രി ശേഖരിച്ചും വിവിധ ചലഞ്ചുകൾ ഏറ്റെടുത്തുമെല്ലാമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. എന്റെ ബിസിനസ് എന്നൊക്കെ പറഞ്ഞ ഒരു തരം ചുറ്റിക്കളിയാണ് ശിവൻകുട്ടി. ചായക്കട ഞങ്ങൾ 11-ാം തീയതി വരെ, ഈ ക്യാമ്പയിൻ ഞങ്ങൾ തീരുമാനിച്ചത് ഇന്ന് തൊട്ട് 11-ാം തീയതി വരെയാണ്. അത്രയും ദിവസം ഇവിടെ കാഞ്ഞങ്ങാട് നഗരത്തിൽ തുറന്നു പ്രവർത്തിക്കും. എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും.